ഹായ്, വെൽക്കം ടു അവർ ക്ലാസ് ലേൺ വിത്ത് സുവിധയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നമ്മൾ ഇതുവരെ പഠിച്ചത് കംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡ് ഡൊമിനൻസ്, ദെൻ പ്ലിയോട്രോപ്പി ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ പ്ലിയോട്രോപ്പി, പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയുന്ന രണ്ട് വ്യത്യസ്തമായ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മൾ ക്രോസിലേക്ക് തിരിച്ചു വരികയാണ്. മെൻഡലിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നോക്കൂ, ഇന്നത്തെ ടോപ്പിക് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നമ്മൾ പണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണ് എന്ന് പറയുമ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്? നമുക്ക് നോക്കാം. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്, ഡൈ മീൻസ് എന്തായിരുന്നു? ടു, അല്ലേ? അപ്പോൾ ടു, ദ ക്രോസ് വേർ ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ കൺസിഡേർഡ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് മീൻസ് ഏത് ക്രോസിലാണോ രണ്ട് ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പരിഗണിക്കുന്നത്, അത്തരം ക്രോസിനെ പറയുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് ഓർക്കുന്നുണ്ടാവും അല്ലേ? ദ ക്രോസ് വേർ എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് കൺസിഡേർഡ്. ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിനെ പരിഗണിച്ചാൽ അത് മോണോ ഹൈബ്രിഡ് ക്രോസും, രണ്ട് ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പരിഗണിച്ചാൽ അത് ഡൈ ഹൈബ്രിഡ് ക്രോസും. അപ്പോൾ എക്സാമ്പിൾ, ഡൈ ഹൈബ്രിഡ് ക്രോസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അപ്പോൾ നോക്കാം നമുക്ക്. നോക്കൂ, എ ടോൾ പ്ലാന്റ് വിത്ത് വയലറ്റ് കളർ ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡോഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. ഒരു എക്സാമ്പിളാണ്. ഒരു ടോൾ പ്ലാന്റ് ആണ്. അപ്പോൾ പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ടോളും ഡോഫും, അല്ലേ? അപ്പോൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറായി. ദെൻ ഫ്ലവർ കളർ പറയുന്നുണ്ട്. വയലറ്റ് കളറുള്ള ഫ്ലവറോ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ഫ്ലവർ. അപ്പോൾ അവിടെയും എന്തായി? ഒരു കളർ ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞു, അതിൻ്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറായ വയലറ്റും വൈറ്റും പറഞ്ഞു. ഇവിടെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്നുള്ളതിൽ ടോൾ എന്ന് പറയുന്നതും ഡോഫ് എന്ന് പറയുന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആകെ എത്ര ക്യാരക്ടേഴ്സ് പറഞ്ഞു നമ്മൾ? രണ്ട് ക്യാരക്ടറും അതിൻ്റെ 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതൊന്നും തന്നെയല്ലേ ഇത്? ടു പെയേഴ്സ്. ടു പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി എന്ന് പറഞ്ഞാൽ 4 എണ്ണം. അപ്പം 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പരിഗണിച്ചുള്ള ക്രോസാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അത് ഏത് ക്യാരക്ടറും ആവാം കേട്ടോ. നമ്മൾ പഠിച്ച 7 ക്യാരക്ടേഴ്സിൽ ഏത് എടുത്താലും കുഴപ്പമില്ല. ഏത് 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ നോക്കൂ. എ പ്ലാന്റ് ഹാവിങ് യെല്ലോ കളേർഡ് ആൻഡ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. യെല്ലോ കളറും അതിൻ്റെ ഷേപ്പ് റൗണ്ടുമാണ്. അതിനെ എന്തുമായിട്ട് ക്രോസ് ചെയ്യുന്നു? ക്രോസ് വിത്ത് എ പ്ലാന്റ് ഹാവിങ് ഗ്രീൻ കളർ ആൻഡ് റിങ്കിൾഡ് സീഡ്. ഗ്രീൻ കളറുള്ള റിങ്കിൾഡ് സീഡുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത്തരം ക്രോസുകളെ പറയുന്ന പേര് ഡൈ ഹൈബ്രിഡ് ക്രോസ്. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് ദ ക്രോസ് വേർ ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ കൺസിഡേർഡ്. രണ്ട് ജോഡി, രണ്ടെണ്ണമല്ല, രണ്ട് ജോഡി, അതായത് 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുക. ടോൾ പ്ലാന്റ് വിത്ത് വയലറ്റ് ഫ്ലവർ ഈസ് ക്രോസ്ഡ് വിത്ത് ഡോഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. അല്ലെങ്കിൽ യെല്ലോ കളേർഡ് ആൻഡ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ് ഈസ് ക്രോസ്ഡ് വിത്ത് ഗ്രീൻ കളേർഡ് ആൻഡ് റിങ്കിൾഡ് ഷേപ്പ്ഡ് സീഡ്. അപ്പോൾ ഷേപ്പും കളർ ഓഫ് ദി സീഡും. അങ്ങനെ രണ്ട് ക്യാരക്ടറിൻ്റെയും കൂടെ 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ക്ലിയർ? ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്ത പോലെ തന്നെ എങ്ങനെയാണ് ചെയ്തത്? പണറ്റ് സ്ക്വയർ വരച്ച് ചെയ്തതൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? വളരെ എളുപ്പമുള്ളതായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഡൈ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കൂ, ഒരു ക്രോസ് ചെയ്യാണ്. അതിൽ നമുക്ക് എടുക്കുന്ന ക്യാരക്ടർ എന്തായിരുന്നു? റൗണ്ട് ഷേപ്പും
യെല്ലോ കളറുള്ള സീഡിനെ റിങ്കിൾഡ് ഷേപ്പും ഗ്രീൻ കളറുള്ള സീഡുമായിട്ട് ക്രോസ് ചെയ്യുന്ന ആ പ്ലാന്റ്സുമായിട്ട് ക്രോസ് ചെയ്യുന്ന ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. റൗണ്ട് യെല്ലോയിനെ റിങ്കിൾഡ് ഗ്രീനുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ റൗണ്ട് യെല്ലോയുടെ ജീനോ ടൈപ്പ് എന്തായിരിക്കും? നിങ്ങൾ പറയൂ. റൗണ്ട് യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് റൗണ്ടിന് ഒരു ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര അല്ലീൽ വേണം? യെസ്, 2 അല്ലീൽ. അപ്പോൾ റൗണ്ട് എന്ന് പറയുന്നതിന് 2 അല്ലീൽ വേണം, യെല്ലോ എന്ന് പറയുന്നതിനും 2 അല്ലീൽ വേണം അല്ലേ? ഒരു ക്യാരക്ടർ നമ്മൾ ടോൾ എന്ന് പറയുന്നതിന് 2 അല്ലീൽ എടുത്തിരുന്നു, വയലറ്റ് എന്ന് പറയുന്നതിന് 2 അല്ലീൽ എടുത്തിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 2 ക്യാരക്ടർ വന്നിട്ടുണ്ട്, 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടറിനും 2 അല്ലീൽ വേണം. അപ്പോൾ ഈ ഒരു പാരൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര അല്ലീൽ വേണം? 2 ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ 4 അല്ലീൽസ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. റൗണ്ടിന് 2 അല്ലീൽ വേണം, യെല്ലോയ്ക്ക് 2 അല്ലീൽ വേണം, അതേപോലെ തന്നെ റിങ്കിൾഡിന് 2 അല്ലീൽ വേണം, ഗ്രീനിന് 2 അല്ലീൽ വേണം. അപ്പോൾ നോക്കൂ, ജീനോ ടൈപ്പ് നോക്കൂ, റൗണ്ടും യെല്ലോയിനെയും റിങ്കിൾഡ് ഗ്രീനുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ അല്ലേ? പ്യുവർ ബ്രീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ഹോമോസൈഗസ് കണ്ടീഷനിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ പഴയ വീഡിയോസ് കണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഓക്കെ. അപ്പോൾ റൗണ്ട് എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 2 അല്ലീൽ, ക്യാപിറ്റൽ ആർ, യെല്ലോയെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ വൈ. ഇവിടെ റിങ്കിൾഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സ്മോൾ ആർ, ഗ്രീനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സ്മോൾ വൈ. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്. ഇവിടെ ഏത് ലെറ്ററാണോ ഉപയോഗിച്ചത് അതിൻ്റെ തന്നെ സ്മോൾ ലെറ്ററാണ് അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ? നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏത് ലെറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഡോമിനൻ്റ് ക്യാരക്ടറിന് എന്താണോ ഉപയോഗിച്ചത് അതിൻ്റെ സ്മോൾ ലെറ്റർ റിസസീവ് ക്യാരക്ടറിന് ഉപയോഗിക്കുക. ക്ലിയർ? അപ്പോൾ ജീനോ ടൈപ്പായി. ഇനി ഇതിലെ ഗ്യാമീറ്റ് നോക്കൂ, എങ്ങനെയാണ് ഗ്യാമീറ്റ് ഫോം ചെയ്യുക? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്യാമീറ്റിൽ എത്ര ക്യാരക്ടറിനുള്ള അല്ലീൽ വേണം? ഒരു ഗ്യാമീറ്റിന് 2 ക്യാരക്ടറിനുള്ള അല്ലീൽ വേണം അല്ലേ? സാധാരണ മിയോസിസ് നടക്കുമ്പോൾ ഗ്യാമീറ്റിൽ എത്രയാണ് ഉണ്ടാവുക? എത്രയാണോ പാരൻസിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ നേർപകുതിയാവും. അപ്പോൾ ഇവിടെ 4 അല്ലീൽസ് ഉണ്ട്. അതിൽ 2 റൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും 2 യെല്ലോയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ഈ റൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒന്നും യെല്ലോയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒന്നും ഗ്യാമീറ്റിലേക്ക് പോകണം, ഒരല്ലീൽ അല്ലേ? നേർപകുതി എന്ന് പറഞ്ഞാൽ 2 ക്യാപിറ്റൽ ആർ പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ 2 ക്യാപിറ്റൽ വൈ പോയിട്ട് കാര്യമില്ല. 2 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലീൽ ഗ്യാമീറ്റിലുണ്ടായിരിക്കണം. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്നുള്ളത് എന്തായിരിക്കും? ഒരു ക്യാപിറ്റൽ ആർ അല്ലീലിലേക്ക് പോകുന്നു, ഒരു ക്യാപിറ്റൽ വൈ അല്ലീലിലേക്ക് പോകുന്നു. അപ്പോൾ നോക്കൂ, ഗ്യാമീറ്റ്സ്. ഇതിൽ നിന്ന് വരുന്ന ഗ്യാമീറ്റ്സ് എന്താണ്? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഗ്യാമീറ്റും ഇവിടെ നിന്ന് വരിക. അപ്പോൾ എങ്ങനെയായിരിക്കും? എസ്, സ്മോൾ ആർ, സ്മോൾ വൈ എന്ന് പറയുന്ന ഗ്യാമീറ്റും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യാണ് F1 ജനറേഷൻ ഉണ്ടാവുകയാണ്. F1 ജനറേഷൻ എങ്ങനെയായിരിക്കും പറയൂ? F1 ജനറേഷൻ കിട്ടുമ്പോൾ എന്തായിരിക്കും? യെസ്, ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരുമിച്ച് അല്ലേ? റൗണ്ട് എന്നുള്ളതിൻ്റെ അല്ലീൽസ് ഒരുമിച്ച് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരുമിച്ച് വരും, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നുള്ളത് ഒരുമിച്ച് വന്നു. അപ്പോൾ ഇതാണ് F1 ജനറേഷൻ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. ആ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ്റെ ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇനി അതിൻ്റെ ഫീനോ ടൈപ്പ് എന്താണ് അല്ലേ? ഇവിടെ എന്താണ്? ആർ റൗണ്ട് ആണ് ഡോമിനൻ്റ് ക്യാരക്ടർ, ഇവിടെ യെല്ലോ ആണ് ഡോമിനൻ്റ് ക്യാരക്ടർ. അതുകൊണ്ട് F1ൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടറാണ് F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ F1ൻ്റെ ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ. ഓക്കെ, ക്ലിയർ?
അപ്പോൾ നോക്കൂ, പാരൻസ് റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ. അപ്പോൾ ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 അല്ലീൽസ്, റൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ആർ, യെല്ലോ ക്യാപിറ്റൽ വൈ. അതുപോലെ ഇവിടെ റിങ്കിൾഡ് സ്മോൾ ആർ, ഗ്രീൻ സ്മോൾ വൈ. അപ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് പാരൻസിലെ അല്ലീൽസ് എത്രയാണോ അതിൻ്റെ നേർപകുതിയാണ് ഗ്യാമീറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ഗ്യാമീറ്റിൽ എന്ത് വേണം? 2 ക്യാരക്ടറിനുള്ള ഓരോ അല്ലീൽ വേണം. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു അല്ലീലും ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതും കൂടെ ഒരുമിച്ചൊരു ഗ്യാമീറ്റ്, അത് രണ്ടും ഒരുമിച്ചൊരു വട്ടത്തിലിട്ടിരിക്കും. നോക്കൂ, അതാണ് ഒരു ഗ്യാമീറ്റിലാണ് 2 ക്യാരക്ടറിൻ്റെ അല്ലീൽസ് ഉള്ളത്. സെപ്പറേറ്റ് സർക്കിളിനകത്ത് ഇടരുത് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് സർക്കിളിനകത്ത് എടുത്താൽ എന്തായി? റൗണ്ട് ആറിനെ ഒരു സർക്കിളിലും വൈനെ വേറൊരു സർക്കിളിലും ഇട്ടാൽ എന്താ? അവിടെ ഒരു ക്യാരക്ടറിനുള്ള അല്ലീലേ വന്നിട്ടുള്ളൂ അല്ലേ, റൗണ്ടിനുള്ളത് അല്ലെങ്കിൽ യെല്ലോക്കുള്ളത്. ഇവിടെ 2 ക്യാരക്ടറിനെയും പാരൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്യാമീറ്റിൽ 2ൻ്റെ അല്ലീൽ വേണം. ഇവിടെ സ്മോൾ ആർ സ്മോൾ വൈ. അപ്പോൾ F1 ജനറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നിങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വൈയൊക്കെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെ എഴുതുക കേട്ടോ. അതേപോലെ വി ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വി, ക്യാപിറ്റൽ വി, സ്മോൾ വി ഒക്കെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടേ? അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? F2 ഉണ്ടാക്കുകയാണ് ചെയ്യുക അല്ലേ. F2 ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സെൽഫിങ് ഓഫ് F1 അല്ലേ. F1നെ സെൽഫ് പോളിനേഷന് വിധേയമാക്കുന്നു. അപ്പോൾ നോക്കൂ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിരുന്നു F1 അല്ലേ. അതിനെ അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുന്നത് കാണിക്കുന്നു. അതാണ് സെൽഫിങ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് എന്തൊക്കെയായിരിക്കും പറയൂ? നമുക്ക് ആകെ ഒരു കണ്ടീഷൻ ഗ്യാമീറ്റ് ഫോർമേഷനുള്ള കണ്ടീഷൻ എന്താ? ഒരു ഗ്യാമീറ്റിൽ 2 ക്യാരക്ടറിൻ്റെയും അല്ലീൽസ് വരണം. അത് മാത്രമാണ് നമ്മുടെ കണ്ടീഷൻ. അത് ഏത് തരത്തിൽ കോമ്പിനേഷൻ ഫോം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഗ്യാമീറ്റിൽ 2 ക്യാരക്ടറിൻ്റെയും അല്ലീൽസ് വരണം. അപ്പോൾ ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന അല്ലീൽസ് എന്തായിരിക്കും? നോക്കൂ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ അല്ലേ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ 2 ക്യാരക്ടേഴ്സിനുള്ള അല്ലീൽസായി. ഇനി ക്യാപിറ്റൽ ആറിന് സ്മോൾ വൈയുടെ കൂടെ അല്ലീൽ ഫോം ചെയ്തൂടെ? ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. യെസ്. ഇനി അടുത്തത് സ്മോൾ ആറിന് ക്യാപിറ്റൽ വൈയുടെ കൂടെ അല്ലീൽ ഫോം ചെയ്തൂടെ? ഗ്യാമീറ്റ് ഫോം ചെയ്തൂടെ? സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ഇനി സ്മോൾ ആർക്ക് സ്മോൾ വൈയുടെ കൂടെ ഗ്യാമീറ്റ് ഫോം ചെയ്യാം, സ്മോൾ ആർ സ്മോൾ വൈ. അപ്പോൾ ഈ ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്സ് നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ പണ്ണറ്റ് സ്ക്വയർ വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിച്ചൊരു ഭാഗത്ത് എഴുതുന്നത്. അതേപോലെ ഈ സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്നും ഗ്യാമീറ്റ് കാണിക്കണം അല്ലേ. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റും എന്തെന്നെ ഇതുപോലെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, then small r capital Y, then small r small y. ഓക്കെ. അപ്പോൾ ഇത്രയും എത്ര ഗ്യാമീറ്റ് ഉണ്ടായി? ഈ ഒരു പാരൻറ്റിൽ നിന്ന് 4 ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടായി. നമ്മൾ നേരത്തെ പഠിച്ചതിലെല്ലാം 2 ഉള്ളൂ, ശ്രദ്ധിക്കണം. ഇവിടെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആയതുകൊണ്ടാണ് 4 ഗ്യാമീറ്റ് ഉണ്ടായത്. ഇനി നമ്മൾ പണ്ണറ്റ് സ്ക്വയർ വരയ്ക്കുകയാണ്. സ്ക്വയർ വരയ്ക്കുന്നു. അപ്പോൾ പണ്ണറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഇവിടെ 4 ഗ്യാമീറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് 4 കള്ളി വേണ്ടേ? 4 കള്ളി വേണം. ഇങ്ങോട്ടേക്കും 4 കള്ളി വേണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഇവിടെ ഒരു ഗ്യാമീറ്റിനകത്ത് 2 അല്ലീൽ വരുന്നേ വ്യത്യാസമുള്ളൂ. മറ്റേത് ഒരു ഗ്യാമീറ്റിനകത്ത് ഒരൊറ്റ അല്ലീലേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഈ ഫീമെയിൽ ഗ്യാമീറ്റും ഈ മെയിൽ ഗ്യാമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഓക്കെ. ഇതും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ജീനോ ടൈപ്പ് കിട്ടി.
അതിൻ്റെ ഫീനോടൈപ്പ് എന്താന്ന് പറയൂ? ഫീനോടൈപ്പ് റൗണ്ട് യെല്ലോ അല്ലേ? ആറാണ്, ക്യാപിറ്റലും ആണ്, വൈ യെല്ലോ, റൗണ്ട് യെല്ലോ എന്ന് പറയുന്ന ഫീനോടൈപ്പ്. ഇനി അടുത്തത് ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഇവിടെയുള്ള ഓരോ ഗ്യാമീറ്റും ഇതിലുള്ള എല്ലാ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈയുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ സ്മോൾ ഇവിടെ എന്താ? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അല്ലേ? ക്യാപിറ്റൽ ആർ ആണ്, തെറ്റിക്കരുത്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ അല്ലേ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ എഴുതണം, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇത് തെറ്റ് തിരുത്തി എഴുതുക കേട്ടോ, നോട്ട് പുസ്തകത്തിൽ തെറ്റ് ശ്രദ്ധിക്കണേ. അപ്പോൾ ഫീനോടൈപ്പ് റൗണ്ട് യെല്ലോ. ദെൻ അടുത്തതിൽ ക്യാപിറ്റൽ ആർ ഇതും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ അല്ലേ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ അതെന്താണ്? എഗെയിൻ റൗണ്ട് യെല്ലോ. ഇനി ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, എഗെയിൻ റൗണ്ട് യെല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ കറക്ഷൻ തിരുത്തി എഴുതണം, വിട്ടുപോകരുതേ. ഇനി ഈ ഗ്യാമീറ്റ് ഓരോന്നുമായിട്ട് ഫ്യൂസ് ചെയ്യാണ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്താണ്? അഗെയിൻ റൗണ്ട് യെല്ലോ. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ നോക്കൂ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ റൗണ്ട് ആണ്, സ്മോൾ വൈ വന്നുകൊണ്ട് എന്താണ്? ഗ്രീൻ ആണ്. ഇവിടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആദ്യം എഴുതുക കേട്ടോ. അപ്പോൾ ഇതെന്താണ്? എഗെയിൻ റൗണ്ട് യെല്ലോ. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്താണ്? റൗണ്ട് ഗ്രീൻ. ഓക്കെ. ഇനി ഇവിടെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ വരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്താണ്? റൗണ്ട് യെല്ലോ. ഇവിടെ ഇതും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്താണ്? റൗണ്ട് യെല്ലോ. ഇനി സ്മോൾ ആർ ക്യാപിറ്റൽ വൈ അല്ലേ? നോക്കൂ, ഇത് രണ്ടും കൂടെയാണ് ഫ്യൂസ് ചെയ്യുന്നത്. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ സ്മോൾ ആർ ആണ് രണ്ടും, അതുകൊണ്ട് റിങ്കിൾഡ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ് വൈ, അപ്പോൾ യെല്ലോ, റിങ്കിൾഡ് യെല്ലോ. ദെൻ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സ്മോൾ ആർ വരുന്നതുകൊണ്ട് എഗെയിൻ റിങ്കിൾഡ് ആണ്, ക്യാപിറ്റൽ വൈ ഉള്ളത് കൊണ്ട് യെല്ലോ. ഇനി ഇവിടെ ഇത് രണ്ടും കൂടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്താണ്? ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് റൗണ്ട് ആണ്, ക്യാപിറ്റൽ വൈ ഉള്ളത് കൊണ്ട് യെല്ലോ ആണ്, റൗണ്ട് യെല്ലോ. ഇനി ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ റൗണ്ട് ആണ്, ഗ്രീൻ ആണ്. ഇവിടെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ഉള്ളത് കൊണ്ട് റിങ്കിൾഡ് ആണ്, യെല്ലോ ആണ്. ഇനി സ്മോൾ ആർ സ്മോൾ വൈ റിങ്കിൾഡ് ആണ്, ഗ്രീൻ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പണ്ണറ്റ് സ്ക്വയറിൽ നമുക്ക് എഴുതി ചേർക്കാനുള്ളത്. ഈ കറക്ഷൻ മാറ്റി എഴുതണം കേട്ടോ, അറിയാതെ പറ്റിപ്പോയതാണ്, തിരുത്തി എഴുതൂ. നോക്കൂ, അപ്പോൾ ഈ ഓരോ ഗ്യാമീറ്റും ഇവിടെ ഓരോ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറും ഫീനോടൈപ്പും നമ്മൾ ഓരോ പണ്ണറ്റ് സ്ക്വയറിൻ്റെ ഓരോ കോളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? F2ൻ്റെ റേഷ്യോ കണ്ടെത്താറുണ്ട് അല്ലേ? മോണോ ഹൈബ്രിഡ് റേഷ്യോ എത്രയായിരുന്നു? 3:1 അല്ലേ? 3 tall to 1 dwarf അല്ലെങ്കിൽ 3 violet to 1 white അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഇവിടെ നമ്മൾ 2 ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പോൾ എണ്ണി നോക്കൂ, എത്ര റൗണ്ട് യെല്ലോ ഉണ്ട് എന്ന് എണ്ണി നോക്കൂ.
ഡൈഹൈബ്രിഡ് ക്രോസിലെ F2 ഫിനോട്ടിപ്പിക് റേഷ്യോ റൗണ്ട് യെല്ലോ എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? റൗണ്ട് യെല്ലോയുടെ എണ്ണം 9. അപ്പോൾ റൗണ്ട് യെല്ലോ 9 കിട്ടി. ദെൻ റൗണ്ട് ഗ്രീൻ നോക്കൂ, 1, 2, 3. റൗണ്ട് ഗ്രീൻ എത്ര കിട്ടി? 3 കിട്ടി. ദെൻ റിങ്കിൾഡ് യെല്ലോ നോക്കൂ, 1, 2, 3. റിങ്കിൾഡ് യെല്ലോ എഗെയിൻ 3 കിട്ടി. ദെൻ റിങ്കിൾഡ് ഗ്രീൻ എത്രയാ? 1. അപ്പോൾ നമ്മുടെ റേഷ്യോ എത്രയാ? 9:3:3:1 അല്ലേ? ഫിനോട്ടിപ്പിക് റേഷ്യോ എന്താ? റൗണ്ട് യെല്ലോ റൗണ്ട് ഗ്രീൻ ഈസ് ടു റിങ്കിൾഡ് യെല്ലോ ഈസ് ടു റിങ്കിൾഡ് ഗ്രീൻ. ഫിനോട്ടിപ്പിക് റേഷ്യോ റൗണ്ട് യെല്ലോ 9, റൗണ്ട് ഗ്രീൻ 3 കിട്ടി, റിങ്കിൾഡ് യെല്ലോ 3 കിട്ടി, റിങ്കിൾഡ് ഗ്രീൻ 1. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിലെ F2 ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് 9:3:3:1. ക്ലിയർ? ഇനി അതിൻ്റെ നമ്മൾ ജീനോട്ടിപ്പിക് റേഷ്യോ കണ്ടെത്തിയിരുന്നു അല്ലേ? 1 ക്യാപിറ്റൽ T ഈസ് ടു 2 ക്യാപിറ്റൽ T സ്മോൾ t ഈസ് ടു 1 സ്മോൾ t എന്ന് പറയുന്ന ജീനോട്ടിപ്പിക് റേഷ്യോ അവിടെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ ജീനോട്ടിപ്പിക് റേഷ്യോ കണ്ടെത്തണം? നിങ്ങൾ കണ്ടെത്തൂ. എത്ര ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ഉണ്ട്, എത്ര ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y ഉണ്ട്, അങ്ങനെ ഓരോ ജീനോ ടൈപ്പും എത്ര വീതം വരുന്നുണ്ട്, അതാണ് ജീനോട്ടിപ്പിക് റേഷ്യോ. നോട്ട് പുസ്തകത്തിൽ കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? അതിൻ്റെ റേഷ്യോ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ലോസ് പഠിച്ചിരുന്നു. അതേപോലെ ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസിലും നമുക്ക് 2 ലോസ് പഠിക്കാനുണ്ട്. ഇത് നോക്കൂ, ടെക്സ്റ്റിലുള്ള അതേ പിക്ചർ വെച്ച് കാണിച്ചതാണ്. റൗണ്ട് യെല്ലോ സീഡ് കാണിച്ചിട്ടുണ്ട്, റൗണ്ടും യെല്ലോ ആണ്, ഇവിടെ റിങ്കിൾഡും ഗ്രീനും ആണ്. അതിൽ നിന്ന് വരുന്ന ഗ്യാമീറ്റ്, ദെൻ F1 ഉണ്ടായി, അതിൻ്റെ സെൽഫ് പോളിനേഷൻ, ഇങ്ങനെ ടെക്സ്റ്റിലെ പിക്ചർ കേട്ടോ. അപ്പോൾ ഫിനോട്ടിപ്പിക് റേഷ്യോ റൗണ്ട് യെല്ലോ 9 കിട്ടും, റൗണ്ട് ഗ്രീൻ 3, റിങ്കിൾഡ് യെല്ലോ 3, റിങ്കിൾഡ് ഗ്രീൻ 1. 9:3:3:1. ഓക്കെ, ഇത് ടെക്സ്റ്റിലുള്ള പിക്ചറാണ്. ഇത് വെച്ച് നോക്കി പഠിക്കണം കേട്ടോ. നോക്കൂ, ഇനി ലോ ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മോണോഹൈബ്രിഡ് ക്രോസിലെ ലോസ്, 2 ലോസ് പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു മോണോഹൈബ്രിഡ് ക്രോസിലെ ലോ? ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഡോമിനൻസ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസിൽ ഒരു ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ലോയുടെ പേരാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ആ ലോയുടെ പേര് പഠിച്ചു വയ്ക്കുക. ആ ലോ എന്താണ് പറയുന്നത് എന്നും പഠിക്കുക. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത് എന്താണ്? The law states that when 2 pairs of traits are combined in a hybrid, segregation of one pair of character is independent of the other pair of characters. കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് നോക്കൂ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ ലോ പറയുന്നത് എന്താണ്? വെൻ 2 pairs of traits are combined in a hybrid, 2 ജോഡി ക്യാരക്ടേഴ്സ് ഒരു ഹൈബ്രിഡ് സമ്മേളിക്കുന്ന സമയത്ത്, കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏത് ക്രോസാ? നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഏത് ക്രോസാന്ന് പറയാം? ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എങ്ങനെയും കൂടെ പറയാം, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ എന്താണ് നടക്കുന്നത്? സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ, ഒരു ജോഡി ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ ഓർ സെപ്പറേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ പെയർ ഓഫ് ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷനിൽ നിന്നും തികച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ വെൻ 2 pairs of traits are combined in a hybrid or in a dihybrid cross, segregation of 1 pair of character is independent of the other pair of characters.
എന്ന് പറഞ്ഞു. എന്താ നോക്കൂ segregation of 50% R and 50% small r is independent. അല്ലേ? നമ്മൾ ആ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന ആ കണ്ടീഷൻ എടുക്കുക. അതിൽ 50% ക്യാപിറ്റൽ ആറും 50% സ്മോൾ ആറിൻ്റെയും സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി സെഗ്രിഗേഷൻ ഓഫ് 50% ക്യാപിറ്റൽ Y ആൻഡ് 50% സ്മോൾ y. നോക്കൂ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഇവിടെ ക്യാപിറ്റൽ ആറ് എല്ലായ്പ്പോഴും ക്യാപിറ്റൽ വൈയുടെ കൂടെ ഗ്യാമീറ്റ് ഫോം ചെയ്യുള്ളൂ എന്നില്ല. ക്യാപിറ്റൽ ആറും സ്മോൾ ആറിനും ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യാം. അതിന് ക്യാപിറ്റൽ വൈയുടെ കൂടെയും സ്മോൾ വൈയുടെ കൂടെയും ഗ്യാമീറ്റ് ഫോം ചെയ്യാം. ഈ രണ്ടെണ്ണത്തിനും അതേപോലെ ക്യാപിറ്റൽ വൈക്കും സ്മോൾ വൈക്കും ഇൻഡിപെൻഡൻ്റായി അസോർട്ട് ചെയ്യാം. അത് രണ്ടും ഇൻഡിപെൻഡൻ്റായി ഇതിലെ ഏത് അല്ലീലിൻ്റെ കൂടെയും ഗ്യാമീറ്റ് ഫോം ചെയ്യാം. അതാണ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. അതുകൊണ്ടാണ് നമുക്ക് 4 ടൈപ്പ് ഗ്യാമീറ്റ്സ് കിട്ടിയത്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതും ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്ന് പറയുന്നതും സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതും സ്മോൾ ആർ സ്മോൾ വൈ എന്ന് പറയുന്ന 4 ഗ്യാമീറ്റ് കിട്ടാൻ കാരണം ഈ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻ്റ് ആണ്. ക്ലിയർ? ഇങ്ങനെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുടെ കൂടെയും സ്മോൾ ആർ സ്മോൾ വൈയുടെ കൂടെ ഗ്യാമീറ്റ് ഫോം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഗ്യാമീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ അതല്ല, ഇവിടെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അല്ലീൽസ് ഇൻഡിപെൻഡൻ്റായി അസോർട്ട് ചെയ്യുന്നു. ഓരോ അല്ലീലും ഇൻഡിപെൻഡൻ്റായി അസോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ 4 ടൈപ്പ് ഗ്യാമീറ്റ്സ് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിലെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ടോപ്പിക്കിൽ ഇന്ന് പഠിക്കുന്നത്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണ്, ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി 2 പ്രോബ്ലംസ് എഴുതിയെടുക്കുക. 2 ക്രോസുകളാണ്. ക്രോസ് എഴുതണം. എ ടോൾ പീ പ്ലാൻ. അപ്പോൾ 2 ക്യാരക്ടർ ഉണ്ടോ നോക്കണം. ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, വിത്ത് വയലറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്ത് ക്രോസായി? ഡൈഹൈബ്രിഡ് ക്രോസായി. ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡോഫ് പ്ലാൻ വിത്ത് വൈറ്റ് ഫ്ലവർ. റൈറ്റ് ദ ക്രോസ്. അതായത് F2 ഉണ്ടാകുന്നത് വരെ എഴുതുക. F2ലെ ഫിനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതണം എന്നില്ല, ആ ഒരെണ്ണത്തിൻ്റെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഇവിടെ ഫിനോട്ടിപ്പിക് റേഷ്യോ വരെ എഴുതുക. ഓക്കെ, റൈറ്റ് ദ ക്രോസ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ. എ പീ പ്ലാൻ വിത്ത് വയലറ്റ് ഫ്ലവർ ഹാവിങ് ആക്സിയൽ പൊസിഷൻ ഈസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവർ ഹാവിങ് ടെർമിനൽ പൊസിഷൻ. റൈറ്റ് ദ ക്രോസ്. ഈ 2 ക്രോസും നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഓക്കെ, എഴുതി ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുക, അല്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയാണ്. ഡൈഹൈബ്രിഡ് ക്രോസ്, law based on dihybrid cross. Thank you.